ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ കോറൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരെ മാത്രം ബോട്ട് പോകൂ, ബാക്കി വെള്ളത്തിൽ കൂടെ നടന്ന് വേണം കരയിൽ കയറാൻ. വെള്ളമൊക്കെ നല്ല നീല കളറാണ്. പച്ച എന്ന് പറയുന്നവരും ഉണ്ടാവും, പക്ഷെ ഞാൻ നീല എന്ന് പറയാം. വെള്ളം നല്ല ക്ലീനുമാണ് കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിക്കണം. ഇവിടെയാണ് ബാക്കിയുള്ള 2 വാട്ടർ ആക്ടിവിറ്റികളുള്ളത്. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോയും കൂടെ കാണുക. ഇതിന് മുന്നേ ഒരു 3 എപ്പിസോഡുകളും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. ആദ്യം ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ബാഗും ചെരുപ്പൊക്കെ ഊരി വെക്കണം. അതിനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ലോക്കർ അവൈലബിൾ ആണ് എന്ന് നമ്മുടെ സാമി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാം. ഇതിൽ കൂടെയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിനും ഇതുപോലെ വെയിറ്റ് ചെയ്യാനായിട്ടൊരു ഏരിയ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് റോ ആണ് കേട്ടോ. 100 ബാത്താണ് ഒരു ലോക്കറിന്. അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ബാഗ് ലോക്കറിൽ വെച്ചിട്ട് കീ നമുക്ക് കഴുത്തി തൂക്കിയിടാൻ പറ്റും. ഇതുപോലെ ബാഗും പേഴ്സും ലോക്കറിൽ വെച്ചു. ഇനി നേരെ ബനാന ബോട്ട് റൈഡിങ്ങിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജെറ്റ് സ്കൈ റൈഡിന് പോകും. പിടിച്ചു തരുന്നോളം 2 കൈയും വിട്ടാൽ ബോട്ട് മറിച്ച് ഞങ്ങളെ വെള്ളത്തിലിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടാനായി 2 കൈയും വിട്ടിരുന്നാൽ മതി. ഒരു ജെറ്റ് സ്കൈയുടെ പുറകിലാണ് ഇത് കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത്. എന്നിനി വെള്ളത്തിൽ വീണാനൊരു മൂടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ലതുപോലെ പിടിച്ചിരിക്കുകയാണ്. അവരെ മറിച്ചിട്ട് ഇനി നേരെ ജെറ്റ് സ്കൈ റൈഡിന് പോവാണ്. നമ്മുടെ ബാക്കിൽ ഇത് ഓടിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടാവും. പുള്ളിയായിരിക്കും ഓടിക്കുന്നത്. നമ്മൾ വെറുതെ ഹാൻഡിൽ കൈ വെച്ചിരുന്നാൽ മാത്രം മതി. ഇതുപോലെയാണ് പോകുന്നത്. മെത്തി സ്ഥലമെത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുള്ളൂ. 1 മണി വരെയാണ് ഞങ്ങൾക്ക് ഉള്ള സമയം. ബീച്ചിൽ ഇതുപോലെ പൂൾ ഫ്ലോട്ടും കിട്ടും. ക്യാഷ് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം മണ്ണില്ലാത്ത സ്ഥലത്ത് കൂടെ നടക്കാനായി നേരത്തെ കണ്ട ലോക്കറൊക്കെ ഉള്ള ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളുണ്ട്. ഡ്രസ്സും ഫുഡും മറ്റും വാങ്ങാൻ പറ്റും. റോഡിൽ കൂടെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ബൈക്കാണാവോ? മിക്കവാറും ഇവിടുത്തെ കട നടത്തുന്നവരുടെയും ലൈഫ് ഗാർഡിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളെടുത്ത ആക്ടിവിറ്റീസിൻ്റെ ഒരു ഓവർവ്യൂ പറയാം. ഈ വീഡിയോയിൽ കണ്ട 2 ആക്ടിവിറ്റീസ്, അതായത് ബനാന ബോട്ട് റൈഡും ജെറ്റ് സ്കീ റൈഡും. ബനാന ബോട്ട് റൈഡിന് 400 ബാത്താണ്, അതായത് ഏകദേശം 1000 രൂപ. ജെറ്റ് സ്കീ റൈഡിന് 300 ബാത്താണ്, അതായത് ഏകദേശം 700 രൂപയാണ് വരുന്നത്. എപ്പിസോഡ് 2ലും 3ലും കണ്ട ആക്ടിവിറ്റീസിന് വേറെ റേറ്റാണ്. പാരസീലിങ്ങിന് 800 ബാത്താണ്, അതായത് ഏകദേശം 2000 രൂപ. അതുപോലെ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിന് 1500 ബാത്ത്, അതായത് ഏകദേശം 3700 രൂപ. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം കൂടെ 3000 ബാത്താണ്, അതായത് ഏകദേശം 7000 രൂപയാണ് വരുന്നത്. അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിന് ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് അഡീഷണൽ 1000 ബാത്തും വരും, അതായത് ഏകദേശം 2500 രൂപ അഡീഷണൽ വരും. എന്നാൽ ഇവർക്കൊരു ബണ്ടിൻ്റെ പ്രൈസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 4 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 3 എണ്ണം എടുക്കുകയാണെങ്കിൽ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിൻ്റെ ഫോട്ടോയും വീഡിയോ ഉൾപ്പെടെ 2000 ബാത്താണ് വരുന്നത്, അതായത് ഏകദേശം 5000 രൂപ. 4 ആക്ടിവിറ്റികളും എടുക്കുകയാണെങ്കിൽ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ 2500 ബാത്ത് ആണ് വരുന്നത്, അതായത് ഏകദേശം 6000 രൂപയാണ് വരുന്നത്. ഇവിടെ പാരഗ്ലൈഡിങ് ചെയ്യുന്ന ഒരു ചങ്ങായി കണ്ടു. ആ മലയുടെ മുകളിൽ നിന്നാണ് പറന്നു വരുന്നത്. ഞങ്ങൾക്ക് വാട്ടർ ആക്ടിവിറ്റീസ് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ 1 മണിയായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തീർന്നിട്ടില്ല കേട്ടോ.
ഒരു എപ്പിസോഡ് കൂടിയുണ്ട് കോറൽ ഐലൻഡ് ടൂർ. അത് എന്തിനെ കുറിച്ചാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ അറിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ വീഡിയോ ഒന്ന് മുഴുവൻ കാണാൻ നോക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.